കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകൾ ഒരുമിക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര. UDF ആണ് മിക്കപ്പോഴും മാവേലിക്കരയിൽ കരകയറിയിട്ടുള്ളത്. പരിചയസമ്പത്തും പുതുമുഖവും തമ്മിലുള്ള പോരാട്ടമാണ് മാവേലിക്കരയിൽ നടക്കുന്നത്. ഇവിടുത്തെ ജനപക്ഷം ആരുടെ ഒപ്പമാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. കൊടുകുന്നിലേ ജയിക്കത്തുള്ളൂ, അത് ഒരു സംശയവുമില്ല. ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് ഈ വർഷവും കഴിഞ്ഞ വർഷത്തേക്കായി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ വർഷവും ജയിച്ചു കയറും. കൊടിക്കുന്നിൽ സുരേഷ് കയറണം. കൊടിക്കുന്നിൽ മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കും. കൊടിക്കുന്നിൽ ജയിക്കും. ഒക്കെ കേട്ടിട്ട് കൊടുക്കുന്നിൽ ജയിക്കുമെന്നാണ് തോന്നുന്നത്. ഇവിടെ കൊടുക്കുന്നില്ല. ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യും. അത് തന്നെ ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ ആയിരുന്നേ. ഞങ്ങളുടെ കുടുംബം കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് കൊടുകുന്നിലേ ജയിക്കത്തുള്ളൂ. എപ്പോഴും 10-30 വർഷം കൊണ്ട് അറിയുന്ന അത് ഒരു സംശയവുമില്ല. ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് ഈ വർഷവും കഴിഞ്ഞ വർഷത്തേക്കായി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ വർഷവും ജയിച്ചു കയറും. മറ്റ് സ്ഥാനാർത്ഥികൾ പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പുള്ളി കഴിഞ്ഞുള്ള പ്രസക്തിയേ ഉള്ളൂ. ഇനി എത്ര നാൾ പുള്ളി മത്സരിക്കുന്നോ അത്ര നാളും അതേ ഉള്ളൂ. പുതിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ആരാണ് കഴിയുന്നത്? അതിന് പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാൾ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹം. തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരണം. കൊടിക്കുന്നിൽ സുരേഷ് കയറണം. അതാ താല്പര്യം. പിന്നെ എന്നും നാട്ടിന് വേണ്ടി നിൽക്കുന്ന ആളായതുകൊണ്ട് കയറണം. അത് കയറണം, അതേ ഉള്ളൂ. 10 വർഷം 2 ട്രിപ്പ് ആയിട്ടുണ്ട്. ആയിരുന്നു. ഓക്കെ, അത് തന്നെ. അതെ. ഓക്കെ. മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കും. ഇത്തവണ അദ്ദേഹമാണ്. ഉറപ്പിച്ചിരിക്കുക. 100% പ്രതീക്ഷ. അത് കറക്റ്റാണ്. കൊടുക്കുന്നിൽ ജയിക്കും. കാരണം കൊടുക്കുന്നിൽ നല്ല വികസനമൊക്കെ നടത്തുന്നുണ്ട്. അറിയാവുന്ന ആൾക്കാരാണ്. വരാറുണ്ട്. എൻ്റെ സ്ഥലം മേലില കുന്നിക്കോടിനടുത്ത് മേലില എന്നുള്ള സ്ഥലമാണ്. കൊടുക്കുന്ന എപ്പോഴും കാണുന്ന ആളായാലും നല്ല ജയിക്കുകയും നല്ല പുരുഷൻ കാണും. നല്ല സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കൊടുക്കുന്ന ജയിക്കുമെന്ന്. ഇല്ല, അവരെ ജയിക്കും. കൊടുക്കുന്നതേ ഉള്ളൂ. ഇവിടെ കൊടുക്കുന്നില്ല. ഇല്ല. കേന്ദ്രത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നു. ഇവിടെ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പരിശോധിക്കട്ടെ. ഓക്കെ.